അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും റാഹത്തല്ലേ? അൽഹംദുലില്ലാ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ എല്ലാവർക്കും അല്ലാഹ് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ. പരിശുദ്ധവും പരിപാവനവുമായ റജബ് എന്ന മാസത്തിലെ സുന്ദരമായ ഒരു വെള്ളിയാഴ്ചയുടെ പകലിലാണ് നാം ഉള്ളത്. വെള്ളിയാഴ്ച നമ്മെ സംബന്ധിച്ചിടത്തോളം അത്ഭുതങ്ങളുടെ മഹാത്ഭുതമാണ്. വെള്ളിയാഴ്ചയുടെ രാവിലും പകലിലും എത്രയോ അടിയാറുകൾക്കാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നത്. അതിൽ അല്ലാഹു നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഓരോ ആഴ്ചകളും ഓരോ സ്വലാത്തുകളാണ് പഠിക്കുന്നത്. ഇന്ന് നമ്മളൊരു പുതിയ സ്വലാത്തിനെ പഠിക്കുകയാണ്. പുതിയ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ സ്വലാത്തല്ല, നമുക്ക് അറിവില്ലാത്തൊരു സ്വലാത്ത്, മഹാരഥന്മാർ പഠിപ്പിച്ച ഒരു സ്വലാത്ത്. എല്ലാ വെള്ളിയാഴ്ചകളും ഓരോ സ്വലാത്തുകളെ പഠിച്ച് ആ സ്വലാത്ത് ചൊല്ലി ചൊല്ലി നമ്മൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മദീനയുടെ നിരാഗിയായി, മദീനയെ കാണാൻ കഴിയുന്നവരായി, ജന്നത്തുൽ ബഖയിൽ ഖബറടങ്ങാൻ കഴിയുന്നവരായി നമ്മൾ മാറണം. അല്ലാഹു അതിന് ഭാഗ്യം തരട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ എന്ന വലിയൊരു ആശയമാണ് നമുക്കുള്ളത്. സ്വലാത്ത് പറഞ്ഞ് വെള്ളിയാഴ്ച ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇൻഷാ നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സ്വലാത്ത് അത് സങ്കടക്കടൽ തിരയിൽ കഴിയുന്നവരുടെ നൊമ്പര തീക്കനലുകളിൽ ആശ്വാസത്തിന്റെ തെളിനീരാണ് സ്വലാത്ത്. അല്ലേ? എത്ര വലിയ സങ്കടത്തോടെ സ്വലാത്ത് ചൊല്ലിയാലും ആ സങ്കടങ്ങൾ മാറുന്നത് കാണാൻ കഴിയുന്ന അത്ഭുത മരുന്നാണ്, ഔഷധമാണ് സ്വലാത്ത് എന്ന് മറന്നു പോകാൻ പാടില്ല. ഇന്ന് നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നത് ഒരു തവണ ചൊല്ലിയാൽ 1,00,000 പ്രതിഫലം കിട്ടുന്ന സ്വലാത്താണ്. ഒറ്റ തവണ ചൊല്ലിയാൽ 1,00,000 സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം ഒന്നാമത്തെ നേട്ടം. 2, 500 തവണ ഇത് പതിവാക്കിയാൽ, ചെറിയൊരു സ്വലാത്താണ്, 500 തവണ ഇത് പതിവാക്കിയാൽ മലവെള്ളപ്പാച്ചില് പോലെ വരുന്ന ഏതു പ്രയാസങ്ങളും അവൻ അല്ലാഹു ദൂരീകരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലൂടെ മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കാൻ. 500 തവണ ഈ സ്വലാത്ത് എല്ലാ ദിവസവും പതിവാക്കി നോക്കും. ഓരോ വക്കത്തിലും 100 വെട്ട് ചൊല്ലിയാൽ മതി. അപ്പൊ 5 വക്കത്ത് 500 എണ്ണമായി. അത് ചൊല്ലിയാൽ എത്ര വലിയ പ്രശ്നമാണെങ്കിൽ, സാമ്പത്തികമാകട്ടെ, ശാരീരികമാകട്ടെ, സാമൂഹികമാകട്ടെ, എന്ത് പ്രശ്നമാണെങ്കിലും മാറ്റിത്തരും എന്നല്ല, മാറുമെന്നാണ് മഹാരഥന്മാർ മുജറബായി പഠിപ്പിച്ച കാര്യം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞാൻ വേഗം പറഞ്ഞു പോകണം. മൂന്നാമത്തത് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് കടം. ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനലിന്റെ കമന്റ് ഒന്ന് എടുത്തു നോക്കിയാൽ സുബ്ഹാനല്ലാഹ്, ഉസ്താദെ കടങ്ങളാണ്, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ കടങ്ങളുണ്ട്, വീട് ജപ്തിയാണ് എന്നൊക്കെ പറഞ്ഞ് എത്രയോ കമന്റുകൾ കാണാം. അള്ളാഹു കടങ്ങളെ തൊട്ട് കാക്കട്ടെ. കടം അതൊരു വല്ലാത്ത അദാബാണ്. ആ ഖബറിൽ പോലും വലിയ വിചാരണയാണ് എന്ന് മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ, മുത്ത് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും മയ്യിത്ത് നമസ്കരിക്കാതെ മാറി നിന്ന ചരിത്രം നമുക്ക് കാണാൻ കഴിയും. കടം ഒരു വലിയ ബാധ്യതയാണ്. അതുകൊണ്ട് ഈ സ്വലാത്ത് അധികരിപ്പിക്കുന്നവർക്ക് കടങ്ങൾ അള്ളാഹു വീട്ടി കൊടുക്കുമെന്നാണ്. കടം വീട്ടുമെന്ന് പറഞ്ഞാൽ നാളെ അള്ളാഹു നമുക്ക് കൊടുക്കാനുള്ള കടത്തിന് അള്ളാഹു കൊണ്ടൊന്ന് പൈസ കൊടുക്കുമെന്നല്ല, പിന്നെയോ നമ്മുടെ വരുമാന മാർഗം അള്ളാഹു വർദ്ധിപ്പിച്ചു തരും, അള്ളാഹു നമ്മുടെ വഴികൾ തുറന്നു തരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. നാലാമത്തത്, നമ്മുടെ ശത്രുക്കൾ പിന്മാറും. നമുക്ക് ശത്രുക്കളുണ്ട്. നമ്മുടെ ശത്രുക്കൾ എവിടെയാണ്? നമ്മുടെ കൈ തന്നെയാണ് ശത്രുക്കൾ എന്ന് പഴമക്കാർ പറയും. എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെയാണ് നമുക്ക് ശത്രുക്കൾ, നമ്മുടെ കുടുംബത്തിൽ തന്നെയാണ് നമ്മുടെ ശത്രുക്കൾ. നമ്മൾ നന്നാകുന്ന ആർക്കും ഇഷ്ടമല്ല. അത് കൂടപ്പുറപ്പായാലും ഭാര്യയായാലും ഭർത്താവായാലും രക്ഷപ്പെട്ടു പോയാൽ അത് വലിയ ആധിയായി, സിഹറുകളായി, കണ്ണേറുകളായി മാറുന്നൊരു കാലം, ആരും നന്നാകുന്ന ഇഷ്ടമല്ലാത്തൊരു കാലം. എൻ്റെ പ്രിയമുള്ളവരെ, ശത്രുക്കൾ ഈ സ്വലാത്ത് പതിവാക്കുന്നവരുടെ ശത്രുക്കൾ പിന്മാറുമെന്നാണ്. ശത്രുക്കൾക്ക് അവരോട് ദേഷ്യം ഉണ്ടാവൂല. അവർക്കെതിരിൽ ചെയ്യുന്ന എല്ലാ തന്ത്രങ്ങളും പൊട്ടിപ്പാളിശായി. പേടിക്കേണ്ട, ധൈര്യമായി സ്വലാത്ത് ചൊല്ലിക്കോളി. മഹാരഥന്മാർ അനുഭവങ്ങളിലൂടെ പറഞ്ഞ സംഭവമാണ്. ശത്രുക്കളെ ഏത് രീതിയിലാണ് നമ്മൾ ചതിക്കാന്നറിയില്ല. സാമ്പത്തികമാകാം, ശാരീരികമാകാം, പേരുദോഷങ്ങളാകാം, അതുപോലെ പരിഹാസങ്ങളാകാം, അപവാദങ്ങളാകാം. ഏത് രീതിയിൽ ശത്രുവിനെ പരാജയപ്പെടുത്തിക്കൂടെ? ആ ശത്രുക്കളുടെ പരാജയം മുഴുവനും നമുക്ക് നമ്മളെ പരാജയപ്പെടുത്താൻ ഉണ്ടാക്കുന്ന എല്ലാ തന്ത്രങ്ങളും അള്ളാഹു പൊളിച്ചു കളയും ഈ സ്വലാത്ത് പതിവാക്കിയാൽ. അതുപോലെ മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു, റഹ്മത്ത്, അള്ളാഹുവിന്റെ കരുണ അവന് മേലുണ്ടാകും. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞെന്താ? ലാ യദ്ഖുലുൽ ജന്നത ഇല്ലാ ബിറഹ്മത്തില്ലാ. അള്ളാഹിന്റെ കരുണയില്ലാതെ സ്വർഗം കിട്ടൂല. ആ കരുണ സ്വർഗത്തിൽ മാത്രമല്ല, ദുനിയാവിൽ എല്ലാ കാര്യത്തിലും റബ്ബിന്റെ കരുണയില്ലേ? പ്രശ്നമാണ്. അള്ളാഹു നമുക്ക് അള്ളാഹിന്റെ കരുണ ഔദാര്യമായി ചൊരിഞ്ഞു തരട്ടെ. നമ്മൾ എപ്പോഴും പറയും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കരുണാവാരിധിയായ കരുണാമയനായ പടച്ച തമ്പുരാൻ. ആ റബ്ബിന്റെ കരുണ നമുക്ക് ചൊരിയണോ? ഈ സ്വലാത്ത് പതിവാക്കിക്കോളി. അതുപോലെ ഏഴാമത്തെ, ബറക്കത്ത് അള്ളാഹു തരും. അൻസലല്ലാഹു ഫീഹിൽ ബറക്ക എന്നാണ്. അവനിൽ ബറക്കത്തിടും.
എന്താണ് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ? ബറക്കത്ത് എന്ന് പറഞ്ഞാൽ വലിയ സമ്പത്തൊന്നും, കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് രൂപയൊന്നും അവന് വരുമാന മാർഗമില്ല. ദിവസം 500 രൂപയേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ട് അവന്റെ കാര്യങ്ങളെല്ലാം അള്ളാഹ് നേടിക്കൊടുക്കുന്നുണ്ടെങ്കിൽ വഹുവ ബറക്ക, അത് ബറക്കത്താണ്. അവന്റെ ഒരു വാഹനമുണ്ട്, വലിയ നല്ല സെറ്റപ്പുള്ള വാഹനമൊന്നുമല്ല, ലക്ഷറി വാഹനമൊന്നുമല്ല, എണ്ണ അടിച്ചു ഓടുന്നു. പക്ഷെ വഴിയിൽ ഇതുവരായിട്ടില്ല, വഴിയിൽ അവനെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല, ഒരു ആപത്ത് അപകടവും തന്നിട്ടില്ല, ലക്ഷ്യസ്ഥാനത്തേക്ക് ഓടി എത്തുന്നുണ്ട്. അൽഹംദുലില്ലാ, വഹുവ ബറക്ക, അത് ബറക്കത്താണ്. നമ്മുടെ മക്കൾ കഞ്ചാവ് കേസിൽ പെടുന്നില്ല, MDMA പിടിക്കുന്നില്ല, അന്യ പെണ്ണുങ്ങളുമായി പിടിക്കണില്ല, വഹുവ ബറക്ക, അത് ബറക്കത്താണ്. ജീവിതത്തിൽ കച്ചവടങ്ങൾ അൽഹംദുലില്ലാ കൊണ്ടുവെക്കുന്ന സാധനങ്ങൾ അത് തീരുന്നുണ്ട്, അത് വലിയ ബറക്കത്താണ്. അൽഹംദുലില്ലാ വീട്ടിൽ ഭക്ഷണം എത്ര പേര് വന്നാലും തികയാതിരുന്നിട്ടില്ല, അത് ബറക്കത്താണ്. ജോലി കൃത്യസമയത്ത് തീരുന്നു, അത് അങ്ങനെ തുടങ്ങി ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും പടച്ചവന്റെ ബറക്കത്തിനെ നമ്മൾ തിരിച്ചറിയണം. അമ്മമാരിയായിരിക്കും 1 മണിയായപ്പോ ജോലി എന്റെ കഴിവുകൊണ്ട, അല്ലമ്മ, അത് റബ്ബിന്റെ ബറക്കത്താണ്. നിങ്ങളുടെ സമയത്തിലുള്ള ബറക്കത്ത് എന്നതുകൊണ്ടാ, അടുക്കള ജോലിയിൽ അള്ളാഹു ബറക്കത്ത് ഇരുന്നത് കൊണ്ടാ. അള്ളാഹു സ്വീകരിക്കട്ടെ. അതുപോലെ മുത്തനബിതങ്ങൾ പഠിപ്പിക്കുന്നു, മഹാരഥന്മാർ പഠിപ്പിക്കുന്ന സ്വലാത്ത് പതിവാക്കുന്നവർക്ക് ഷിഫാ ഉൻ താമ്മ, പരിപൂർണമായ ഷിഫ. രോഗങ്ങളില്ലാത്ത മനുഷ്യരില്ല. ബിപിയും ഷുഗറും കൊളസ്ട്രോൾ ഒക്കെ ഗുളി കഴിക്കുന്നവരാണ് നമ്മൾ. പലർക്കും സന്ധിവാദം, മാമവാദം, പിത്തവാദം, മാമാശയ, പിത്താശയ, മൂത്രാശയ രോഗങ്ങൾ കൊണ്ട് ക്യാൻസർ, അങ്ങനെ തുടങ്ങി വിരലിലെണ്ണാവുന്നതിലപ്പുറമാണ് നമ്മുടെ രോഗങ്ങൾ. ഇൻഷാ അല്ലാഹ് ഈ സ്വലാത്ത് പതിവാക്കിയാൽ അവർക്ക് രോഗശിഫ അല്ലാഹ് കൊടുക്കുമെന്നാണ്. അതുപോലെ അവസാനമായി മഹാരഥന്മാർ പഠിപ്പിക്കുന്നു, പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, ലക്ഷ്യങ്ങൾ, കാരണങ്ങൾ, നേട്ടങ്ങൾ പറഞ്ഞു പോകുന്നു. നല്ല ആഖിബത്താണ്, നല്ല മരണം കിട്ടും. നല്ല മരണം കിട്ടിയ ഖബർ ശിക്ഷയില്ല, നല്ല മരണം കിട്ടിയ വിചാരണയില്ല, നല്ല മരണം കിട്ടിയ സ്വർഗമാണ്. അപ്പൊ നല്ല മരണമാണ് അതിന്റെ തുടക്കം. വല്ലാഖിറത്തു ഖൈറും വഅബ്ഖ, ആഖിറ ലോകമാണ് അവശേഷിക്കുന്നത്. അതിന്റെ പ്രവേശന കവാടം മരണമാണ്. ആ മരണം നന്നായാൽ ഖബർ നന്നായി, ഖബർ നന്നായാൽ വിചാരണ നന്നായി, വിചാരണ നന്നായാൽ സ്വർഗം നന്നായി, സ്വർഗം നന്നായാൽ റബ്ബിനെ കാണാൻ പറ്റും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാഹ് ആ സ്വലാത്ത് ഏതാണ്? ആ സ്വലാത്ത് അതാണ് സ്ക്രീനിൽ കാണുന്നത്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ നൂരിൽ ദാത്തി വസിർദിസ് സാരി ഫിസാഇരിൽ അസ്മാഇ വസ്സിഫാത്ത്. ഒന്നുകൂടി കേട്ടോ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ നൂരിൽ ദാത്തി വസിർദിസ് സാരി ഫിസാഇരിൽ അസ്മാഇ വസ്സിഫാത്ത്. ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ നൂരിൽ ദാത്തി വസിർദിസ് സാരി ഫിസാഇരിൽ അസ്മാഇ വസ്സിഫാത്ത്. ഈ സ്വലാത്ത് പതിവാക്കിക്കോളിൻ. ഒരു ദിവസം 500 തവണ ചൊല്ലിയ വമ്പൻ പ്രതിഫലമാണ്. അതോടൊപ്പം ഇന്ന് വെള്ളിയാഴ്ചയാണ്, റജബ് മാസം കൂടിയാണ്. നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം. പുരുഷന്മാർ, സഹോദരങ്ങൾ, ഉപ്പമാർ നേരത്തെ പള്ളിയിൽ പോകണം. ഉമ്മമാരെ അടുക്കളയിൽ സമയം വെറുതെ ചെലവഴിക്കാതെ നിസ്കാരപ്പായിലേക്ക് കടന്നു വരും. എന്നിട്ട് ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ച ശ്രദ്ധിക്കാനുള്ള കാര്യം, കഹഫ് പാരായണം ചെയ്യാൻ മറക്കരുത്. സ്വലാത്ത് ഒരു 300 എണ്ണമെങ്കിലും ഏതെങ്കിലും ചൊല്ലണം. അറിയാവുന്ന സ്വലാത്ത് 300 എണ്ണം ചൊല്ലുക. നഖം മുറിക്കുക, കക്ഷരോമം, ഗുഹ്യരോമങ്ങൾ, വടിക്കാനുള്ള രോഗങ്ങളൊക്കെ വടിച്ചു കളയുക. അൽഹംദുലില്ലാ നല്ല ശുദ്ധി വരുത്തുക. കുളിക്കുമ്പോൾ ജുമാഅയുടെ സുന്നത്ത് കൂടി കുളിക്കുന്നു നിയ്യത്ത് വെക്കുക. അള്ളാഹു സ്വീകരിക്കട്ടെ. പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക, സുഗന്ധം പൂശുക, നടന്ന് തന്നെ പള്ളിയിലേക്കൊന്ന് പോകാൻ ശ്രമിക്കുക. കാണുന്നവരോടൊക്കെ ഒന്ന് സലാം പറയുക, ഖബർ സിയാറത്ത് ചെയ്യുക, കുടുംബ ബന്ധം പുതുക്കുക, അല്ലെങ്കിൽ ഉമ്മമാരുടെ വാപ്പമാരോട് സംസാരിക്കുക, സ്വതക്ക കൊടുക്കുക, ഖുർആൻ അല്പമെങ്കിലും പാരായണം ചെയ്യുക. ഇതെല്ലാം വലിയ നേട്ടമാണ്. പള്ളിയിൽ നേരത്തെ പോവുക, പ്രഭാഷണങ്ങൾ, ഇൽമുകൾ കേൾക്കുക, കഹഫ് പാരായണം ചെയ്യുക. അത് കഴിഞ്ഞ് സ്വലാത്ത് നിസ്കാരമെല്ലാം കഴിഞ്ഞ് മുസാഫത്ത് ചെയ്ത ആളുകളെയൊക്കെ മുസാഫത്ത് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി അന്ന് കഴിഞ്ഞിട്ട് അസ്ർ നമസ്കാരം കഴിഞ്ഞ് ആരെങ്കിലും ഈ പറയുന്ന സ്വലാത്ത് 80 വട്ടം ചൊല്ലിയാൽ, എല്ലാ ദിവസവും പറയുന്നതാണ്, എല്ലാ വെള്ളിയാഴ്ചയും പറയുന്ന സ്വലാത്താണ്. അതാണ് വേഗത്തിൽ പറഞ്ഞു പോകുന്നത്. 80 വർഷത്തെ പാപം പൊറുക്കുന്നാണ്. 80 വർഷത്തെ പാപം പൊറുക്കുന്ന സ്വലാത്ത് ഏതാണ്? ആ സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം തസ്ലീമ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം തസ്ലീമ. ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം തസ്ലീമ. 80 വട്ടം ചൊല്ലിക്കോളിൻ. അതോടൊപ്പം ഒരു 4 വരി ബൈത്തുണ്ട്. മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാരഥന്മാർ ചൊല്ലിയ തൗബയുടെ വചനമാണ്. ഇത് വെള്ളിയാഴ്ച മാത്രമല്ല, എപ്പോഴും ചൊല്ലാം. ഇത് പതിവാക്കുന്നവർ തൗബയില്ലാതെ മരിക്കൂല, സ്വർഗം കണ്ടിട്ടല്ലാതെ മരിക്കൂല, കലിമ പറയാതെ മരിക്കൂല എന്ന് അനുഭവസ്ഥരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. ഏതാണ് ആ ബൈത്ത്? ഇലാഹി ലസ്തുലിൽ ഫിർദൗസി യഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി
فإنك غافر الذنب العليم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العليم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العليم. 5 വട്ടം പാരായണം ചെയ്താൽ മതി. ഒരു ദിവസത്തിൽ എത്ര പ്രതിഫലമുണ്ട്. വെള്ളിയാഴ്ച മാത്രമാക്കണ്ട, എല്ലാ ദിവസവും പതിവാക്കിക്കോളി. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു ആദരിച്ച മാസമാണ് റജബ്. ആ റജബിൽ ആദരിച്ചതാണ് വെള്ളിയാഴ്ച. അതിനെ നമ്മൾ പരിഗണിച്ചാൽ ഉറപ്പായും അള്ളാഹ് നമ്മളെ പരിഗണിക്കും. റബ്ബിന്റെ പരിഗണന കിട്ടിയ പിന്നെ നമുക്ക് പേടിക്കാനില്ല. ഇൻഷാ അള്ളാഹ് നല്ലത് പഠിക്കാനും പകർത്താനും പ്രാവർത്തികമാക്കുവാൻ തൗഫീഖ് തരട്ടെ. ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ ഇൻഷാ അള്ളാഹ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അതിനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വിനീതൻ നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം എന്നൊരു ആത്മീയ മജ്‌ലിസ് എല്ലാ ദിവസവും രാത്രി 9 മണിക്കാണ്. ഇൻഷാ അള്ളാഹ് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. മഹാന്മാരുടെ ചരിത്രം പാടി പറയലാണ്. അള്ളാഹ് കബൂലാക്കട്ടെ. ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുആ വസിയത്ത് അറിയിച്ചിട്ടുണ്ട്. എല്ലാം കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, ദുആ ചെയ്യുന്നുണ്ട്. അള്ളാഹ് സ്വീകരിക്കട്ടെ. നിങ്ങളും ദുആരക്കിൻ. അള്ളാഹ് കബൂലാക്കട്ടെ. പുതിയ ഒരു അറിവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഇൻഷാ അള്ളാഹ്. നിങ്ങളുടെയൊക്കെ ദുആയാണ് അൽഹംദുലില്ലാഹ് സദസ്സിന്റെ വിജയം. അള്ളാഹു സ്വീകരിക്കട്ടെ. പ്രയാസ പ്രതിസന്ധികളൊക്കെ അള്ളാഹ് മാറ്റി തരട്ടെ. എന്തൊക്കെ മുറാദുകൾ നമ്മുടെ മനസ്സിലുണ്ട് അതൊക്കെ നിറവേറ്റി തരട്ടെ. അള്ളാഹു റജബിലും ശഅബാനിലൊക്കെ ബറക്കത്ത് ചെയ്യട്ടെ. റമളാൻ അള്ളാഹ് ആയുസ് എത്തിച്ചെന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സദസ്സ് അള്ളാഹ് കബൂലാക്കട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.